എന്താ അതി നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നെ? ഏയ് ഒന്നുമില്ലമ്മേ, ചുമ്മാ ഇങ്ങനെ ഇവിടെ വന്നിരുന്നതാ. ആൺകുട്ടികൾ ഇങ്ങനെ അലസന്മാരായിട്ടിരിക്കാൻ പാടില്ല. നിന്റെ ക്രിക്കറ്റ് പ്രാക്ടീസ് ഒക്കെ എവിടം വരെയായി? ഒക്കെ നടക്കുന്നുണ്ട്. ഞാനൊരു ജോബിന് ട്രൈ ചെയ്താലോ എന്ന് ആലോചിക്കുക. ടെക്നോ പാർക്കിലേക്ക് ഇപ്പൊ എളുപ്പം കയറാൻ പറ്റും. വരട്ടെ, അതൊക്കെ നമുക്ക് ആലോചിച്ച് ചെയ്യാം. പിന്നെ ഇപ്പൊ നീ അത്യാവശ്യമായിട്ട് ജോലിക്ക് പോകേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ലല്ലോ. നീ ഇപ്പോഴേ തൽക്കാലം തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടിട്ട് വാ. നിന്റെ ഈ ഇരിപ്പ് കണ്ടപ്പോ എന്തെങ്കിലും ഒരു എൻജോയ്മെന്റാ നിനക്കിപ്പോ ആവശ്യമെന്ന് എനിക്ക് തോന്നി. സാധാരണ നീ എപ്പോഴും സിനിമ എന്ന് പറയുന്നവനല്ലേ? പക്ഷേ ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. മാസത്തിൽ ഒരു തവണ വിട്ടാലായി. പിന്നെ എനിക്കും അതിനോടുള്ള താല്പര്യം കുറഞ്ഞു. എന്തായാലും ഇപ്പൊ തന്നെ നീ ഓൺലൈനില് നിനക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയ്ക്ക് 2 ടിക്കറ്റ് ബുക്ക് ചെയ്തോ. ഇന്നത്തേക്കോ? അടുത്ത ഷോയ്ക്ക് തന്നെ. ഞാൻ നോക്കട്ടെ. എന്റെ ഡെബിറ്റ് കാർഡ് നമ്പർ ഓർമ്മയില്ലേ? പിന്നെ അതൊക്കെ ബൈഹാർട്ടല്ലേ അമ്മയുടെ ഫേവറേറ്റ് ലാലേട്ടന്റെ പടം. ഓക്കെ അല്ലേ? ഓക്കെ. എന്നാ പിന്നെ അമ്മ റെഡി ആയിക്കോ. 1.5 മണിക്കൂർ സമയമുണ്ട്. പതുക്കെ റെഡിയായി മതി. ഞാൻ നിന്റെ കൂടെ വരാനോ? പിന്നെ അല്ലാതെ 2 ടിക്കറ്റ് ബുക്ക് ചെയ്യാനല്ലേ അമ്മ പറഞ്ഞത്. അതെ, പക്ഷെ ഞാൻ എങ്ങനെ വരാനാ? അച്ഛൻ ഇവിടെ വയ്യാതെ കിടക്കുമ്പോ. അച്ഛൻ അതിൽ സന്തോഷേ കാണൂ. കുറച്ചു ദിവസം അമ്മ ഇവിടെ ടെൻഷൻ അടിച്ച് ഓട്ടത്തിലായിരുന്നില്ലേ? ഒന്ന് റിലാക്സ് ആവാം. ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. അത് വേണ്ട ആദി, ഞാൻ എന്തായാലും വരുന്നില്ല. നീ ആദിനെയും കൂട്ടി പോയിക്കോ. ഓ, അതിനായിരുന്നല്ലേ 2 ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞത്. ആ പാവം കുട്ടി ഇവിടെ ബോറടിച്ചിരിക്കല്ലേ. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കുട്ടിയെ ഇതുപോലുള്ള സന്തോഷങ്ങളിലൊക്കെ നമ്മൾ തന്നെ വേണ്ടേ പങ്കെടുപ്പിക്കാൻ? ഇല്ലമ്മേ, അമ്മ എന്ത് പറഞ്ഞാലും ആദ്യം കൂട്ടി ഞാൻ സിനിമയ്ക്ക് പോകത്തില്ല. ആദി, നീ ഇപ്പൊ അവളെയും കൊണ്ട് തിയേറ്ററിൽ പോയാൽ എന്ത് സംഭവിക്കാനാ? പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കാനാ? എന്റെ മുഖത്ത് നോക്കി തർക്കുത്തരം പറയുന്നോ? ഇത് തർക്കുത്തരവൊന്നും അല്ലമ്മേ. തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് എൻജോയ് ചെയ്യാനോ? അതൊരിക്കലും മനസ്സിന് ഇഷ്ടമില്ലാത്തവരുടെ കൂടെ കാണാൻ പറ്റില്ലെന്ന് മാത്രം. അതമ്മ മനസ്സിലാക്കിയാൽ മതി. ആദ്യേട്ടന്റെ കൂടെ തിയേറ്ററിൽ പോയി സിനിമ കാണും. എന്ത് രസമായിരിക്കും. സിനിമ കഴിഞ്ഞ് ബീച്ചിൽ കൂടി പോകാൻ പറയണം. ആന്റി, ഞാൻ റെഡി. ഈ ഡ്രസ് കൊള്ളാലോ അല്ലേ? മോളെ, അത് ആദിക്ക് ഇപ്പൊ പോവാൻ ടൈമില്ലെന്നാ പറയുന്നേ. അതെന്താ? ആദ്യേട്ടന് ഇവിടെ ചുമ്മാ ഇരിക്കായിരുന്നല്ലോ. അതെ, പക്ഷെ കുറച്ചു കഴിഞ്ഞ് അവന് ഫ്രണ്ട്സിന്റെ കൂടെ എവിടെയോ പോകാനുണ്ടെന്ന്. വെറുതെ പറയുന്ന ആന്റി. എന്നോട് ആദ്യേട്ടന് ഓരോ ഇഷ്ടമില്ല, അതാ ഒഴിഞ്ഞു മാറുന്നത്. ഇഷ്ടം നീയും കൂടെ മനസ്സ് വെച്ചുണ്ടാക്കിയെടുക്കേണ്ടതാ. അല്ലാതെ ഞാൻ ഇങ്ങനെ 2 ആളെയും തള്ളി വിട്ടിട്ട് ഒരു കാര്യമില്ല. ആദ്യേട്ടന്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ ഞാൻ നീ എന്താ ആന്റി ചെയ്യണ്ടേ? അത് ഞാനിനി നിനക്ക് പറഞ്ഞു തരണോ? നീ ഒരു പെൺകുട്ടിയല്ലേ. ആദ്യം അവന്റെ മനസ്സ് നീ പഠിക്കണം. അതിന് അവന്റെ കൂടെ നടക്കണമെന്നൊന്നുമില്ല. അപ്പൊ എന്റെ കഴിവുകേട് കൊണ്ടാണോ ആദ്യേട്ടൻ എന്നെ ഇഷ്ടപ്പെടാത്തത്? എന്നല്ല, നിന്നെ അവൻ കണ്ടു തുടങ്ങിയതല്ലേ ഉള്ളൂ. നിന്നെ മനസ്സിലാക്കാൻ അവനും കുറച്ച് സമയം കൊടുക്കണം. അല്ലാതെ ആദ്യേട്ടൻ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്. സോറി ആന്റി. ആദ്യേട്ടന്റെ കൂടെ സിനിമയ്ക്ക് പോകാൻ റെഡി ആയിക്കോന്ന് ആന്റി പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയി പോയി. അതാ ഇനി ഞാൻ ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം. സിനിമയെന്ന് കേട്ടാ എപ്പോഴും ചാടി വീഴുന്നവനായിരുന്നു അവൻ. അതുകൊണ്ടാ ഞാൻ നിന്നോട് റെഡി ആയിക്കോളാൻ പറഞ്ഞത്. പക്ഷേ എന്റെ പ്രതീക്ഷയ്ക്ക് അവൻ മങ്ങലേൽപ്പിച്ചു. സാരമില്ല ആന്റി. ആദ്യേട്ടൻ എന്നെ ഒപ്പം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസം വരും. അന്ന് ആദ്യേട്ടൻ എന്നെ നിർബന്ധിക്കേണ്ടി വരും. ആന്റി കണ്ടു.
ചുമ്മാ ഇരുന്ന് എന്നെ സിനിമയുടെ കാര്യം പറഞ്ഞ് ഉണർത്തിയത് അമ്മയാ. ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാ കൂടെ അവളും ഉണ്ടെന്ന് പറഞ്ഞത്. അതോടെ ഞാനത് വിട്ടു. പക്ഷെ ഒരു ഫിലിമിന് പോകാനുള്ള മൂഡ് ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ബുക്ക് ചെയ്ത ടിക്കറ്റ് ആണെങ്കിൽ കിടപ്പുണ്ട്. അച്ഛന് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് പോയാലോ ചാ? എടാ, നടക്കാത്ത കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? നീ നിന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചു ചോദിക്കേ, അവരാരെങ്കിലും വരും. അവന്മാരെയൊക്കെ ഞാൻ വിളിച്ചു വെച്ചാ ഒരു ആവശ്യത്തിന് വിളിച്ച ഒരുത്തനെയും കിട്ടില്ല. ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് നോക്കാം, അതാ നല്ലത്. കാലുമറ്റ നിനക്ക് പറ്റിയൊരു ഫ്രണ്ടിനെ പറഞ്ഞു തന്നാ നീ ആ ഫ്രണ്ടിനെ കൊണ്ട് സിനിമയ്ക്ക് പോവോ? ആരാ? പറ്റിയ കമ്പനിയാണെങ്കിൽ ഉറപ്പായിട്ട് പോവും. നല്ല സൂപ്പർ പടമായിരുന്നു. പറയച്ചാ ആരാ? തുളസി. അവള് നിന്റെ വലിയ ഫ്രണ്ടല്ലേ? എടാ, ധൈര്യം ഉണ്ടെങ്കിൽ നീ അവളെ വിളിച്ചോണ്ടോ? അളിയാ ഞാൻ പോവും. അച്ഛനെ അളിയാന്നോ? അയ്യോ അച്ഛ, ഓടാ ഓടാ. എടാ, അച്ഛനെ അളിയാന്ന്. ചെക്കൻ്റെ ഒരു കാര്യം. ആദ്യമോനോ, വാ വാ മോനിരിക്കെ, ഞാൻ ചായ എടുക്കാം. അയ്യോ ഇപ്പൊ വേണ്ട ആന്റി. തുളസി ഇവിടെ ഇല്ലേ? ഇല്ല, കൂട്ടുകാരികളെ വിളിച്ചിട്ട് പോയതാ. അന്ന് പൂജയ്ക്ക് വീഡിയോ എടുക്കാൻ വന്ന കുട്ടികളില്ലേ, അവരെ വിളിച്ചിട്ടാ. ഞാൻ വിളിച്ചിട്ട് അവള് ഫോൺ എടുത്തില്ല. ചിലപ്പോ വീട്ടിലുണ്ടായ സംഭവത്തില് തുളസിക്ക് ദേഷ്യം കാണും. ഏയ്, നിന്നോട് എന്തിനാ മോനെ ദേഷ്യം? നീ അവളോട് ഒന്നും ചെയ്തില്ലല്ലോ. ആതിര തുളസി അടിച്ചതിനെ ഞാനും അച്ഛനും സ്വാഭാവികമായും ചോദ്യം ചെയ്യേണ്ടതല്ലേ ആന്റി? പലപ്പോഴും എനിക്കും അച്ഛനും അമ്മയുടെ മുന്നിൽ വെച്ച് പല കാര്യങ്ങൾക്കും പ്രതികരിക്കാൻ പറ്റാറില്ല. സോറി ആന്റി. എന്തിനാ മോനെ നീ ആന്റിയോട് സോറി പറയുന്നേ? അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ, തുളസിക്കും അറിയാം. ആന്റി മനസ്സിലാക്കുന്ന പോലെ അവള് മനസ്സിലാക്കണമെന്നില്ല. അതല്ലേ ഫോൺ എടുക്കാത്തത്? ഞാൻ ആന്റിയോട് പെർമിഷൻ എടുത്ത് അവളെ ഒരു സിനിമയ്ക്ക് കൊണ്ടുവന്ന് കരുതി വന്നതാ. സിനിമയ്ക്കോ? അതൊക്കെ ദുർഗേച്ചി അറിഞ്ഞ വലിയ വിനയായിട്ട് മാറും. അമ്മ എന്നോട് ആതിരയും കൂട്ടി സിനിമയ്ക്ക് പോകാനാ പറഞ്ഞ. അപ്പൊ പിന്നെ എനിക്ക് തുളസിയും കൂട്ടി പോയാലെന്താ? അച്ഛനോട് സംസാരിച്ചപ്പോ അച്ഛനും പറഞ്ഞത് അതാ, എനിക്ക് ഇഷ്ടമുള്ളവരെയും കൂട്ടി പൊയ്ക്കോളാം. എന്നാ നിങ്ങൾ പൊയ്ക്കോ. എനിക്ക് നിങ്ങൾ ഒരുമിച്ച് പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. താങ്ക്സ് ആന്റി. ഞാനേ തുളസി അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. അങ്കിളിനോട് ആന്റി പറഞ്ഞിരുന്നാ മതി. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. നിങ്ങളെ സന്തോഷായിട്ട് സിനിമ കണ്ടിട്ടോ. ഓക്കെ ആന്റി. എനിക്ക് മതി മതി. പാതി പോലും കഴിച്ചില്ലല്ലോ പ്രസാദേട്ടാ. കുറച്ചുകൂടെ കഴിക്കാം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. എനിക്ക് മതിയായിട്ടല്ലേ, പറ്റാതെ എങ്ങനെ കഴിക്കുന്നേ? അല്ലെങ്കിൽ എന്റെ വാക്കിന് ആർക്കും ഇപ്പൊ ഒരു വിലയില്ലല്ലോ. വന്നു വന്ന് എന്റെ മോൻ പോലും ഒരു അനുസരണ ഇല്ലാതെ പോന്നെ. അവനൊന്നും കഴിച്ചില്ലേ? കളിയാക്കണ്ട.
എല്ലാവരുടെ മാറ്റവും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാലത്തിനനുസരിച്ച് ഞാൻ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെ പാടെ നിഷേധിച്ചു കളയുമ്പോ അതെന്നെ വേദനിപ്പിക്കും. എന്നാലേ അതിങ്ങോട്ട് ബാക്കിയും കൂടി ഞാൻ കഴിച്ചോളാം. തീർന്നല്ലോ. വേണ്ട, നിങ്ങളിത് പാതിയെങ്കിലും കഴിച്ചല്ലോ, അത് മതി. ആ പിന്നെ ആദ്യം അവിടെ ബോറടിച്ചിരിക്കുന്ന കണ്ട് ഞാൻ അവനോടൊരു സിനിമയ്ക്ക് പോവാൻ പറഞ്ഞു. ഓൺലൈനിൽ ഞാൻ ടിക്കറ്റും എടുത്തു കൊടുത്തു, എന്നിട്ടും അവൻ പോയില്ല. സിനിമ അവന് വലിയ ഇഷ്ടമാണല്ലോ. ചിലപ്പോ തനിച്ച് തിയേറ്ററിൽ പോകാൻ മടിച്ചിട്ടാവും. അവൻ സാധാരണ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ അല്ലേ പോകുന്നത്. തനിച്ചല്ല, ഞാൻ അവനോട് ആതിരയും കൂട്ടി പോവാനാ പറഞ്ഞത്. ഓൺലൈനിൽ 1 അല്ല 2 ടിക്കറ്റ് എടുത്തു കൊടുത്തെ. ആ അത് ശരി, അങ്ങനെയാണ്. ഒരു പെൺകുട്ടിയോടൊപ്പം തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന അത്ര വലിയ തെറ്റൊന്നും അല്ല. പക്ഷേ അവൻ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ കൂടെ സിനിമയ്ക്ക് പോയാ നീ അത് അംഗീകരിക്കൂ? ഇല്ല, ഒരിക്കലും അംഗീകരിക്കില്ല. അങ്ങനെ അവൻ പോകുന്നെങ്കിൽ ആരെ കൂട്ടിയിട്ടാ പോകുന്നതെന്ന് എനിക്കറിയാം. അതുപോലെ എന്തെങ്കിലും അവൻ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞാൽ അടിച്ചവന്റെ പല്ല് ഞാൻ താഴെ ഇടും. എങ്കിൽ പിന്നെ ആതിരയോടൊപ്പം അവൻ പോവാത്തതിനെയും നീ കുറ്റപ്പെടുത്താൻ പാടില്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ ആ കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ആവാം. എന്നാൽ നമ്മുടെ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയല്ല. മതി, കൂടുതൽ വിശദീകരിക്കണ്ട. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്റെ മകനോടും ഭർത്താവിനോടും ഞാൻ ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ വിട്ടുവീഴ്ച ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ബാക്കി നിങ്ങളുടെ ഏതിഷ്ടങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പോ എനിക്ക് വേണ്ടി നിങ്ങളും ചിലതൊക്കെ വേണ്ടാന്ന് വെക്കണം. സ്വസ്ഥമായൊരു കുടുംബജീവിതമാണ് രണ്ടാളും ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചേ പറ്റൂ. എന്റെ മകനോടും ഭർത്താവിനോടും ഞാൻ ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ വിട്ടുവീഴ്ച ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ബാക്കി നിങ്ങളുടെ ഏതിഷ്ടങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പോ എനിക്ക് വേണ്ടി നിങ്ങളും ചിലതൊക്കെ വേണ്ടാന്ന് വെക്കണം. സ്വസ്ഥമായൊരു കുടുംബജീവിതമാണ് രണ്ടാളും ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചേ പറ്റൂ. ദുർഗാമ്മയ്ക്ക് ബെസ്റ്റ് വുമൺ അവാർഡല്ല നമ്മൾ കൊടുക്കുന്നത്, ബെസ്റ്റ് നെഗറ്റീവ് ക്യാരക്ടറിനുള്ള അവാർഡാ. അയ്യോടി, അങ്ങനെ ഒരു അവാർഡ് നമ്മുടെ പ്രോഗ്രാമിൽ ഇല്ലല്ലോ. പുതിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യ്. ഒരു വ്യക്തിയെ അയാൾ അറിയാതെ ഫോളോ ചെയ്ത് അയാളിലെ സ്ഥായിയായ സ്വഭാവം പുറത്തു കൊണ്ടുവരുന്ന പ്രോഗ്രാം. ദുർഗാമ്മയെ ഞാൻ ഫോളോ ചെയ്ത് പരമദുഷ്ടയായ കനകദുർഗയുടെ യഥാർത്ഥ ചിത്രം ഞാൻ നിങ്ങളുടെ പ്രോഗ്രാമിൽ വരച്ചു കാണിച്ചു തരാം. തുളസി, ദേ ആദി. ദേ നിന്നെ കാണാൻ വന്നതാവും ആദി, നീ അങ്ങോട്ട് ചെല്ല്. എടി, നിങ്ങൾക്ക് വല്ല പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിട്ടേക്കും. ഏയ്, ഒരു പ്രോഗ്രാമും ഇല്ല. ഇന്ന് നമ്മുടെ പാർട്ടിയാ, അത് തന്നെയാ പ്രോഗ്രാം. ഞാൻ വീട്ടിൽ പോയിരുന്നു. ആന്റിയെ പറഞ്ഞത്. ആ, എന്താ വിശേഷം? ഒന്നുമില്ല. വീട്ടിലെ ആ സംഭവത്തിന് ശേഷം നിന്നെ കണ്ടില്ലല്ലോ. അയ്യോ, എന്റെ ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ ഫോണില്? അതെടുത്ത് നോക്കായിരുന്നില്ലേ? ഓ, ഇനി നിന്റെ അമ്മയെ പേടിച്ച് അതും നീ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ? അതോ അവളുടെ അടികൊണ്ട പാട് മുഖത്ത് ഇപ്പോഴും ഉണ്ടോന്ന് നേരിട്ട് നോക്കാനാണോ വന്നത്? തുളസി, പ്ലീസ്. എന്റെ അച്ഛന്റെ അപ്പുറത്തെ നിസ്സഹായാവസ്ഥ നീ കണ്ടതല്ലേ? നിങ്ങൾ എപ്പോഴാ നിസ്സഹായരല്ലാത്തത്? നിങ്ങൾ വീട്ടിലുള്ള കാര്യം നീ അച്ഛനൊന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. സത്യത്തിൽ അച്ഛൻ വീട്ടിൽ തനിച്ചല്ലേന്ന് കരുതി ഞാനും കൂടി ഇൻട്രസ്റ്റ് എടുത്താ എറണാകുളത്ത് പോതെ തിരിച്ചു വന്നത്. അവിടെ നിങ്ങളെ കണ്ടപ്പോ ഞാൻ ശരിക്കും ഞെട്ടി. ആ, അത് വിട്. നീ ഇപ്പൊ എന്തിനാ ഇത്ര സീരിയസ് ആയിട്ട് എന്നെ അന്വേഷിച്ചതിന്റെ കാര്യം? ഇപ്പൊ ഇവളെ സിനിമയ്ക്ക് ക്ഷണിച്ച എന്റെ ചെപ്പ കുറ്റിക്ക് ഇവളടിക്കും. അതുകൊണ്ട് സിനിമ വിട്ടേക്കാം. ഒന്ന് പറയടാ. ഞങ്ങൾ അന്ന് നടത്തിയ പ്രോഗ്രാമിന്റെ പാർട്ടിയാ ഇന്ന്. എനിക്ക് പോണം.
എന്നാ നീ വിട്ടോ. ഞാൻ പിന്നെ ചുമ്മാ നിന്നോട് സംസാരിക്കാന്ന് കരുതി. അതൊന്നും അല്ല, നീ വേറെ എന്തോ ഷോപ്പിംഗ് ആയിട്ട് വന്നേന്ന് നിന്റെ മുഖം കണ്ടാൽ അറിയാം. അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചോ. ആദ്യം നിന്റെ അമ്മ നിനക്ക് വേണ്ടി കണ്ടുവച്ച ഭാവി വധുവിനെ അവിടെ നിന്ന് ഇറക്കി വിടും. എന്നിട്ടേ നമ്മൾ തമ്മിൽ ഇനി കമ്പനി ഉള്ളൂ. എന്തായാലും ഒരാവശ്യത്തിന് ഇവിടെ വരേണ്ടി വന്നു. എന്നാ പിന്നെ വളഞ്ഞ വഴിക്ക് വല്ല വിവരവും ചോർത്താൻ പറ്റിയ ദുർഗേച്ചി ഒന്ന് സന്തോഷിപ്പിക്കുകയും ചെയ്യാം. നാണമില്ലേ? തുളസി ഇവിടെ ഇല്ലേ? അവളുടെ ഒച്ച എനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. അതിനെ അഴിച്ചു വിട്ടിരിക്കല്ലേ, വല്ല മാവിന്റെ കൊമ്പത്തും കാണും. അതെ, ഇന്നൊരു വിശേഷം ഉണ്ടായി. തീരെ പ്രതീക്ഷിക്കാതെ നമ്മുടെ ആദിമോൻ ഇവിടെ വന്നു. എന്താ വിശേഷിച്ച്? പ്രസയുടെ വിവരമെല്ലാം പറയാനാണോ? അല്ല, പ്രസാദേട്ടന് ഇപ്പൊ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. ആദ്യം വന്നതേ തുളസി ഒരു സിനിമയ്ക്ക് പോകാൻ ക്ഷണിക്കാനാ. ആഹാ, ആണോ? എന്നിട്ട് തുളസി അവനോടൊപ്പം പോയോ? ഇല്ല, അവളിവിടെ ഇല്ലായിരുന്നു. കൂട്ടുകാരികളുടെ ഒപ്പം ഉണ്ടാവും, അവിടുന്ന് വിളിച്ചോണ്ട് പോയിക്കോളാൻ ഞാൻ പറഞ്ഞു. അത്രത്തോളം ആയല്ലേ? അവര് സിനിമയ്ക്ക് പോയി കാണും, അല്ലെങ്കിൽ തുളസി നേരത്തെ വരേണ്ടതാ. സിനിമയ്ക്കൊന്നും അവരെ വിടണ്ടായിരുന്നു പ്രിയെ. ദുർഗേച്ചി എങ്ങാനും പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാവില്ലേ? ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ബാധിക്കുക പ്രസയുടെ ആരോഗ്യത്തെ ആവും. ഇനി തുളസിയും കുട്ടി പോകാനേ പ്രസാദേട്ടനാണ് ആദ്യോട് പറഞ്ഞതെങ്കിലോ? എന്റെ ദൈവമേ, പ്രസാദ് സാറ് രണ്ടും കൽപ്പിച്ചാണല്ലോ. പ്രസയുടെ മനസ്സിലിപ്പോ എങ്ങനെയെങ്കിലും ആദ്യയും തുളസിയും ഒരുമിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന റിസ്കാ. പ്രസ പൂർണ്ണ ആരോഗ്യവാനായി പുറത്തിറങ്ങുന്നവരെ ആദ്യയുടെയും തുളസിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നതന്നെയാ നല്ലത്. പ്രസാദ് സാറിന് ആരോഗ്യം തിരിച്ചു കിട്ടിയാലും നിങ്ങളുടെയൊന്നും ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ഇന്നത്തോടെ ദുർഗേച്ചിയുടെ വേറൊരു രൂപം നിങ്ങൾക്ക് കാണാം. സിനിമയ്ക്ക് വിടുന്നത് കടന്ന കൈയാണെന്ന് എനിക്കും അറിയാം. പക്ഷേ ആദ്യം നമ്മുടെ മകനാണെന്ന സത്യം ഓർത്താ അവൻ അവന്റെ മുറപ്പെണ്ണിനെയും കൂട്ടി സിനിമയ്ക്ക് പോകുന്നതിൽ നമുക്ക് സന്തോഷല്ലേ ഉണ്ടാവൂ.